സ്ത്രീ ജന്മജന്മാന്തരമായി മാനവരാശിയുടെ മാതൃഹൃദയം, മനുഷ്യജീവിതത്തിൻ്റെ ഉൽപാദന കേന്ദ്രം, ജീവിതസാഗരത്തിൽ നൊമ്പരങ്ങൾ പേറി മനുഷ്യ സമ്പത്തുകളെ കരക്കേൽപ്പിക്കുന്ന ശൃംഗാരവഞ്ചി. ഇന്നലകൾ വരെ പുരുഷ മേധാവിത്വത്തിനു മുൻപ് മുട്ടുകുത്തി നിന്ന സ്ത്രീജന്മം ഇന്ന് ഇല്ലെന്ന് തന്നെ പറയാം. എന്നാൽ ഇന്നലകളെ ഇന്നും മനസ്സിൽ പേറി നടക്കുന്ന ഒരു കൂട്ടം മുത്തശ്ശിമാർ നമ്മുടെ ഇന്നും കാണുവാനുണ്ട്. ഇതാ നമ്മുടെ പ്രിയങ്കരിയായ അമ്മമ്മ. ഒരു മകളിൽ നിന്ന് അമ്മയിലേക്കും പിന്നീട് അമ്മമ്മയിലേക്കും സ്ഥാനക്കയറ്റം ഏറ്റുവാങ്ങി ഇന്ന് നമ്മുടെ അമ്മമ്മയായി പ്രിയങ്കരിയായ മുത്തശ്ശിയായി ഒരു മാർഗനിർദ്ദേശിയായി ഇതോ ഇവിടെ. നമ്മുടെ അമ്മമ്മ ഇന്ന് തൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷത്തിലാണ്. എന്നാൽ 75 വർഷങ്ങളെ പിന്നിട്ട വസുമതിയാണ് ഈ ഭാർഗവിയമ്മ. ഭാർഗവന്റെ ശ്രീപദമാണ് ഭാർഗവി. ഭാർഗവൻ തന്ന ഭൂമിയാണല്ലോ കേരളം. ഭാർഗവി തന്ന വംശാവലിയാണ് ഞങ്ങളൊക്കെ. ഭാർഗവിയിൽ നിന്നും ഭാർഗവദേശത്തിൽ പരന്നു പന്തലിച്ചു നിൽക്കുന്ന വൃക്ഷവള്ളികളായ ഞങ്ങൾ ഒത്തൊരുമിച്ചു ഇന്ന് അല്ല എന്നുമെന്നും ഈ ആൽത്തറയിൽ. ഇന്നത്തെ ദിവസം അതിമനോഹരമാണ്. മനസ്സിൽ വിരിഞ്ഞ സന്തോഷപ്പൂക്കളിൻ കുളിർമയിൽ കോരിത്തരിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ അമ്മമ്മ. സ്ത്രീത്വം നിറഞ്ഞു തുളുമ്പുന്ന ഇവരുടെ മുഖസംതൃപ്തിയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. തന്റെ ഈ 75-ാം വയസ്സിൽ താൻ ജന്മം നൽകിയ മക്കളും അവരുടെ വംശാവലികളും ഒരുമിച്ച് തന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരം ഏതൊരു മാതൃഹൃദയത്തിനും സംതൃപ്തി നൽകുന്നതാണ്. അതാണ് ഈ മുഖം വിടർന്നു ചിരിക്കുന്നത്. എവിടുന്നായിരുന്നു ഇതിന്റെ തുടക്കം? 1937 അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു ഇവരുടെ ജനനം. പുറ്റാട്ട് തറവാട്ടിൽ അച്യുതൻ നമ്പ്യാരും ലക്ഷ്മിയമ്മയും ജന്മം നൽകിയ 3 മക്കളിൽ ജ്യേഷ്ഠൻ ശ്രീധരന് ശേഷം ജനിച്ച പുത്രിയാണ് നമ്മുടെ ഭാർഗവിയമ്മ. ജ്യേഷ്ഠൻ ശ്രീധരൻ നമ്പ്യാരും അനുജൻ ഉണ്ണി നമ്പ്യാരും ഒപ്പം കളിച്ചു വളർന്ന ഒരു ജീവിതത്തിന്റെ ഒരുപാട് കഥകൾ നമ്മുടെ മുത്തശ്ശിക്ക് പറയാനുണ്ടാകാം. ഇന്ന് നമുക്ക് വെറും ഓർമ്മകളായി മാത്രം നിൽക്കുന്ന ഈ തറവാട്ടിന്റെ പിതാമഹനാണ് ശ്രീധരൻ നായർ, നമ്മുടെ അമ്മച്ചൻ. പടിഞ്ഞാറയിൽ നാണിയമ്മ എന്ന മുത്തശ്ശിയുടെ ഓമനപുത്രനായ ഇദ്ദേഹം തമിഴ്നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ആയിരത്തി 1957 നമ്മുടെ അമ്മമ്മ ഭാർഗവിയമ്മയുടെ ജീവിത പങ്കാളിയായി ഇദ്ദേഹം എത്തിച്ചേർന്നു. വിവാഹത്തിന് ശേഷം ഇവർ തമിഴ്നാട്ടിലേക്ക് യാത്രയായി. ശ്രീധരൻ നായർ, ഭാർഗവിയമ്മ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ സാക്ഷികളായി ഇന്ന് നമ്മുടെ ഭാർഗവിയമ്മയ്ക്ക് ചുറ്റിലും 4 മക്കൾ ഇതാ ചുറ്റിപ്പടർന്നു നിൽക്കുന്നു. ഇന്നിവർ 4 4 4 ജീവിത പങ്കാളികളുണ്ട്. അങ്ങനെ ഇവരിൽ നിന്നും ഈ വംശപരമ്പര വളർന്ന് പന്തലിക്കുകയാണ്. അമ്മയുടെ മൂത്ത മകൾ മീന ഇന്നൊരു അമ്മമ്മയാണ്. കിഴക്കേയിൽ കുഞ്ഞിരാമൻ നായർ, ജാനു അമ്മ എന്നിവരുടെ ശ്രേഷ്ഠപുത്രൻ ശ്രീ വേണുഗോപാലനെയാണ് മീന തന്റെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചത്. നമ്മുടെ പ്രിയങ്കരിയായ ഭാർഗവിയമ്മയെ
ഒരു മുത്തശ്ശി സ്ഥാനത്തിലേക്ക് ഉയർത്തിയതും ഈ ദമ്പതികളാണ്. ഈ പാരമ്പര്യം ഇന്നിതാ ചിത്രശലഭങ്ങളായി നമ്മുടെ മുൻപ്. ഇനി അമ്മയുടെ അടുത്ത പുത്രി പ്രേമയിലേക്ക് കടക്കാം. മുത്തശ്ശനും മുത്തശ്ശിക്കും അവരുടെ തമിഴ്നാട്ട് ജീവിതത്തിൽ ഉറ്റമിത്രങ്ങളായിരുന്നു തിരുവോത്ത് കൃഷ്ണൻ നായരും പാറുക്കുട്ടിയമ്മയും. അവരുടെ മകൻ TK രവീന്ദ്രനാണ് പ്രേമയെ വിവാഹം കഴിച്ചത്. ഇന്ന് പ്രേമ ഒരു അമ്മയിൽ നിന്നും അമ്മായിയമ്മയിലേക്ക് പടിചവിട്ടി നിൽക്കുകയാണ്. മൂത്ത മകൾ പവിത്രയ്ക്കാണ് അതിന്റെ ക്രെഡിറ്റ്. മൂന്നാമത്തെ സന്തതിയാണ് നമ്മുടെ രാധാകൃഷ്ണൻ നമ്പ്യാർ, ഭാർഗവിയമ്മയുടെ ഓമനപുത്രൻ, ഈ തറവാട്ടിന്റെ ഇന്നത്തെ നാഥൻ. കരുണയിലെ കരുണാകരൻ നായർ,
കമലമ്മ ദമ്പതിയരുടെ മകൾ ബബിതയാണ് രാധാകൃഷ്ണന്റെ സഹധർമ്മിണി. ഇന്നിവർ ഒരു അച്ഛനും അമ്മയുമാണ്. അടുത്ത പ്രൊമോഷൻ പെട്ടെന്നൊന്നും പ്രതീക്ഷിക്കേണ്ടി വരില്ല. എന്നാൽ നമുക്കിനി കനിഷ്ഠപുത്രി സരോജയിലേക്ക് കടക്കാം. ആണ്ടോടി ബാലകൃഷ്ണൻ നായർ മുത്തശ്ശന്റെ സുഹൃത്താണ്. അങ്ങനെ ബാലകൃഷ്ണൻ നായർ, രുക്മണിയമ്മ എന്നിവരുടെ പുത്രൻ സുരേഷിന് സരോജയ്ക്ക് മിന്നുകെട്ടാൻ ഭാഗ്യം ലഭിച്ചു. ഇന്നിവർ 2 പുത്രന്മാരുടെ മാതാപിതാക്കളാണ്. സ്ഥാനക്കയറ്റത്തിന് ഇവർക്കും ഇപ്പോൾ സാധ്യതയില്ല. ഏത് എന്തായാലും പടിഞ്ഞാറയിൽ ശ്രീധരൻ നായർ എന്ന മഹാമനുഷ്യന്റെ അധ്വാനവും നമ്മുടെ അമ്മമ്മ ഭാർഗവി അമ്മയുടെ സഹിഷ്ണുതയും മാത്രമാണ് പുറ്റാട്ട് തറവാട്ട് മുറ്റത്തിൽ ഇന്നെത്തിയ വംശാവലിയുടെ ജീവിത സൗഭാഗ്യങ്ങൾക്ക് അടിത്തറ പകർന്നത്. കൈവെടിയാത്ത ഈ ഓർമ്മച്ചെപ്പുകൾ ഒരു വട്ടം തുറന്നു നോക്കാൻ അവസരം നൽകിയ ഞങ്ങളുടെ അമ്മയ്ക്ക് ഈ മക്കളുടെ ആദരാഞ്ജലികൾ. കൊച്ചുമക്കളായ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ മുത്തശ്ശിയെ നമിക്കുന്നു. അവരുടെ പാതാരവൃന്ദങ്ങളിൽ തല താഴ്ത്തി പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നു.